ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് വടോപ്പുളി നാരങ്ങ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. പുളി എടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ്, നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടോപ്പുളി അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. അച്ചാർ ഗൈസ്, അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇതിൻ്റെ തോല് ഇതാക്കുമ്പോൾ നമ്മളെ കണ്ണിലൊക്കെ ആയ ഇത്ര ചെത്തിയ കുറച്ച. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി ഞങ്ങൾക്ക് ആ പാടും ഒക്കെ ഒന്ന് കാണിച്ചു തരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും പിന്നെ വിഷമിക്കേണ്ട. ഇപ്പം അടുത്ത ദിവസം തന്നെ വ്ളോഗിൽ പാടത്തിൻ്റെ പിന്നെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കുറേയൊന്നും അന്ന് പാടത്തിൻ്റെ ഒന്നും എടുത്തിട്ടില്ല, കുറച്ചും കൂടി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യണം. വെച്ചാ അപ്പൊ ഗൈസ്, ഇത് കുഞ്ഞു കുഞ്ഞു കുരുവാട്ടാ, അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല. ഇത് ശരിക്ക് നമ്മള് ഓണത്തിനൊക്കെ ആണെങ്കിൽ അടിപൊളിയാവില്ല അച്ഛാ. പിന്നെ ഓണത്തിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോ ഇതിനൊക്കെ നല്ല വിലയാണ് അല്ലേ. കിലോ 80 റുപ്യ 100 റുപ്യാണ്. ആദ്യമൊന്നും എനിക്ക് ഈ നാരങ്ങച്ചാറൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, എപ്പോഴും മാങ്ങച്ചാറ് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. മോനും ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അച്ഛാ. നമ്മളെ വീട്ടിലും പിന്നെ നാരങ്ങച്ചാറൊന്നും ഉണ്ടാക്കലില്ല. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അച്ചട്ട് തന്നു, ഈ ഉപ്പൊക്കെ ഇട്ടിട്ടേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ അധികം ഇങ്ങനെ തന്നെ ഇടലുള്ളൂ. ഓണത്തിന് മാത്രമേ അച്ചാർ പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുള്ളൂ. കുരുള്ളൊന്നും കളയാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കളയാം. അപ്പോൾ നമ്മൾ നല്ലോണം ഏതാ ചെയ്തില്ല ചെയ്തു ചെയ്തു അപ്പം ഗൈസ് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്താ പറയുക, വടപ്പുളി നാരങ്ങയുടെ തൈയില്ല. അപ്പോൾ ഒന്ന് മേടിക്കണം അത് ലച്ചാ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ചാമ്പയ്ക്ക. അപ്പോൾ ചാമ്പയ്ക്ക ഒന്ന് വാങ്ങണം. ഗൈസ്, നമ്മൾക്ക് ഇന്ന് വൃശ്ചികമാസം 1-ാം തീയതി തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇനി 30 ദിവസം വ്രതമാണ്. ആരും മലയ്ക്കൊന്നും പോണില്ല, പക്ഷെ എന്നാലും നമ്മൾ വ്രതത്തിന്റെ വക്കിലാണ് ലച്ചാ. അപ്പൊ 30 ദിവസം ഞങ്ങൾ ഇനി വെജ് മാത്രമേ കുക്ക് ചെയ്യൂ. ഇത് മതിയല്ലേ അച്ഛാ? അപ്പൊ അങ്ങനല്ലേ. അപ്പൊ ഗൈസ്,
അടിപൊളിയായിട്ട് ഞാൻ ആ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കുക. അങ്ങനെ ആക്കി തരാം, ഞാൻ ആക്കി തരാം. ഗൈസ്, നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ കണ്ണിക്ക് നീരാവുന്നത് ശ്രദ്ധിക്കണം. ഒരു വട്ടം ഞാൻ ആദ്യം തന്നെ അത് എടുത്തപ്പോൾ വൃത്തിയാക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിക്ക് പോയി ഒരു നീറ്റലുണ്ട്. ഇതിലേ അച്ഛാ വെളുത്തുള്ളി കൂട്ടാൻ പറ്റുമോ? വെളുത്തുള്ളി കൂട്ടാം, പച്ചമുളക് കൂട്ടാം. നമുക്ക് എരി വേണ്ടല്ലോ, അത് കാരണമാണ് പച്ചമുളകൊന്നും കൂട്ടാത്തത്. പച്ചമുളക് നുറുക്കിയിടുക ചെറുതാക്കി. ഗൈസ്, അപ്പൊ നല്ലൊരു പാത്രത്തേക്ക് അതിങ്ങനെ ഇടുക. ഇതിൽ പച്ചമുളക് ഇടാട്ടാ. ഇവിടെ മോന് തീരെ പറ്റില്ല എരി, അതുകൊണ്ടാണ് പച്ചമുളകൊന്നും ഇടാത്തത്. പിന്നെ വൃശ്ചമാസം ആവുകൊണ്ട് ഈ മീനും ഇറച്ചി മുട്ട അതൊന്നും കൂട്ടാത്തതുകൊണ്ട് എപ്പോഴും അച്ചാറ്, പപ്പടം, അതേപോലെ തന്നെ കൊണ്ടാട്ട മുളക് അതൊക്കെ ഇവിടെ ഉണ്ടാവലുണ്ടോ. കയ്പയ്ക്ക കൊണ്ടാട്ടം അങ്ങനത്തെയൊക്കെ. ഗൈസ് നല്ല സ്മെല്ലും ഉണ്ട്. നമുക്ക് എന്താ നോക്കട്ടെ, ഒന്ന് തിന്നോട്ടെ. സൂപ്പറാണ് കേട്ടോ, നല്ല പൊളിയുണ്ട്. നമുക്ക് നമ്മളെ വീട്ടുകളിൽ ഉണ്ടാക്കുകൊണ്ടേ, വീട്ടുകളിൽ നിന്ന് കിട്ടിയ സാധനം ആവുകൊണ്ട് നാടൻ വളവും കാര്യങ്ങളും ഇട്ട് അടിപൊളി സാധനം അച്ഛാ. ഇതിന്റെ നീര് ഇതിക്കിടണോ? അപ്പൊ ഗൈസ്, നമ്മളിത് കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. അപ്പൊ ഇതില് ഇതാ ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയൊന്നും ഇടുന്നില്ല, കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഇടണോ? അപ്പൊ ഗൈസ്, അച്ഛൻ പറഞ്ഞത് മുഴുവൻ വേണമാണ്. അപ്പൊ ഞാൻ മുഴുവൻ ഇട്ടു. ഗൈസ്, ഇത് മതിയച്ചാ. ഞാനൊരു ആനക്കൈയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു, പക്ഷെ അതൊന്നും വേണ്ട, ഇത് മതി. അപ്പൊ ഇത് നല്ലോണം ഇളക്കുക അച്ഛാ. പിന്നെ ഈ നമ്മളെ ഈ കടയിലില്ലേ, ഹോട്ടലില് നമ്മളെങ്ങനെ ഇടുക നാരങ്ങച്ചാറ്? ഹോട്ടലില് മുളക് പൊടി, അച്ചാറ് പൊടി അത് ഇടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അത് ഇളക്കുക. അല്ല, ഈ വെളിച്ചെണ്ണയില് കടുകിട്ട് വറക്ക അങ്ങനത്തെ അത് ചെറുനാരങ്ങക്ക്. ചെറുനാരങ്ങ ചെയ്യില്ല. ചെറുനാരങ്ങക്ക് വെളിച്ചെണ്ണയില് കടുകിട്ട് വറുത്തിട്ട് ചെയ്യാം. ഇപ്പൊ ഗൈസ്, ഞങ്ങള് എന്താ സുർക്ക ഇട്ടിട്ട് ഉപ്പിട്ട് ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, സുർക്ക ഒഴിക്കുക, എന്നിട്ട് അവിടെ വെച്ച് എത്ര മണിക്കൂർ? അതൊന്നുമില്ല, ഇരിക്കും തോറും നന്നാവും. എത്ര കറിവേപ്പിലിട്ടു നല്ലോണം നടക്കുക. ഗൈസ്, ഞങ്ങളുടെ ആട്ടി കുറഞ്ഞ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞങ്ങൾ ഒന്നാമത് വീഡിയോ എടുക്കണോണ്ട്, നമ്മള് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ്ടേ, അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ഗൈസ്, എനിക്ക് ഏത് അച്ചാറുണ്ടാക്കിയാലും അപ്പം ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാ ഗൈസ്. ഞാനിത് നുറുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പുളി ഉണ്ട് പറഞ്ഞിരുന്നു അച്ഛാ. അപ്പം ഈ പിന്നെ അപ്പം എനിക്ക് തോന്നിയിരുന്നു എങ്ങനെ ഈ പുളി നിൽക്കുക വിചാരിച്ചിരുന്നു.
ഈ പുളി നമ്മൾ പുളിയിൽ ഈ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചപ്പോൾ പുളിയേ ഇല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് സുർക്ക അത് ഇതാക്കിയപ്പോൾ പുളിയൊന്നുമില്ലേ. അപ്പോൾ എല്ലാവരും പിന്നെ അതുപോലെ ഈ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പിന്നെ വൃശ്ചികമാസമൊക്കെയാണ്, അങ്ങനെ വ്രതം എടുക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് മുളക് പിന്നെ എന്താ പറയുക അപ്പൊ നിങ്ങൾക്ക് അച്ചാറ് പൊടി ഇപ്പൊ ഇടണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റാവും. വേറൊരു കാര്യം വേണ്ട. അച്ചാറ് പൊടി ഉണ്ടെങ്കിൽ അച്ചാറ് പൊടി ഇട്ട് ഇളക്കിയ പരിപാടി സൂപ്പർ ആവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ വറുത്തിടും തോന്നുക. അപ്പോൾ വേണമെങ്കിൽ വെളിച്ചെണ്ണയും കടുകും ഇതാക്കി വറുത്തിട്ടാൽ മതി. അപ്പോൾ വേണമെങ്കിൽ ഈ കറിവേപ്പില അത് വറുത്തിടുന്നതിലിടാം. ഇതിലങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അച്ഛൻ പറഞ്ഞ റെസിപ്പിയിലാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ നാരങ്ങച്ചാറ് ഉണ്ടാക്കിയത്. ഉപ്പിലിട്ട നാരങ്ങ അല്ല അച്ഛൻ? ഉപ്പിലിട്ട നാരങ്ങ. അപ്പൊ അച്ഛൻ എന്തായാലും പറയാനുണ്ടോ? അച്ഛനൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.